ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയൊരു കട്ട്ലറ്റ് ആണ് കേട്ടോ. ഇതിന് ഉരുളൻകിഴങ്ങ് മാത്രമേ ആവശ്യമുള്ളൂ. ഉരുളൻകിഴങ്ങ് വെച്ച് മാത്രം നമുക്ക് എങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടിയിട്ട് തന്നെ ഒരു 2-3 കഷ്ണാക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കരുത്, കാരണം നന്നായിട്ട് വെള്ളം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടില്ല, അപ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സബോള ചെറിയ കഷ്ണാക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതേ ഷേപ്പിലാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട്ലറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഓരോന്ന് ഈ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആകെ ഒരു കോഴിമുട്ടയാണ് ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. കൂടുതൽ കോഴിമുട്ട എടുത്തിട്ട് വേസ്റ്റ് ആക്കണ്ട. ഇത്രയും വരുന്ന ഒരു കട്ട്ലറ്റിന് ഈ ഒരു കോഴിമുട്ട മാത്രം മതി കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ നമ്മൾ കോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പാണ് ആക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ലോ ഫ്ലെയിമിലായിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും, അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലാവണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ കരിഞ്ഞു പോകും. ഉള്ളൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളതാണ്. ഈ 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പം ഇതാ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട്ലറ്റ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് മുക്കി പൊരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇതാ നമ്മുടെ കട്ട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ ഇനി നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പെട്ടെന്ന് നമുക്ക് പണി കഴിയുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലത്തെ സിമ്പിൾ ഡിഷസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്